കാർലോ ആഞ്ചലോട്ടി നോ പറഞ്ഞു. പിന്നെയുള്ള റൂമറുകൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഇതിഹാസ പരിശീലകൻ പെപ് ഗാർഡിയോള വരുമെന്നായിരുന്നു. പ്രതിഫല കാര്യത്തിൽ അതും പിരിഞ്ഞു. അറ്റ്ലാസ്റ്റ് തുടർച്ചയായി 3 ലോകകപ്പുകളിലേക്ക് യോഗ്യത നേടാനാകാതെ പോയതിന് പിന്നാലെ ദേശീയ ഫുട്ബോൾ ടീമിന്റെ പുതിയ പരിശീലകനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇറ്റലി. കളിക്കളത്തിലെ മൊസാട്ട്, ഇറ്റാലിയൻ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാൾ, ലോക ഫുട്ബോളിലെ പകരം വെക്കാൻ കഴിയാത്ത മധ്യനിരക്കാരൻ, 2006 കിരീടം ചൂടിയ ഇറ്റാലിയൻ ടീമിൽ അംഗം, കളിക്കളത്തിലെ മാന്യമായ പെരുമാറ്റം കൊണ്ടും ആരാധക ഹൃദയം കീഴടക്കിയ മധ്യനിരയിലെ മാന്ത്രികൻ. ഹി ഈസ് നൺ അതർ ദാൻ ആന്ദ്രേ പിർലോ. ആന്ദ്രേ പിർലോ ഒഫീഷ്യൽ. മുൻ ലോകകപ്പ് ജേതാവ് ആന്ദ്രേ പിർലോ ആണ് ഇറ്റലിയുടെ പുതിയ പരിശീലകൻ. ഇറ്റാലിയൻ ഫുട്ബോൾ ഫെഡറേഷന്റെ ഓഫർ പിർലോ തത്വത്തിൽ അംഗീകരിച്ചതായും വരും ദിവസങ്ങളിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും എന്നുമുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 2030 ലോകകപ്പ് വരെ നീളുന്ന 4 വർഷത്തെ കരാറിലായിരിക്കും പിർലോ ഒപ്പുവെക്കുക. 2026 ലോകകപ്പ് യോഗ്യത നേടുന്നതിൽ ഇറ്റലി പരാജയപ്പെട്ടതിനെ തുടർന്ന് ഏപ്രിലിൽ പദവി ഒഴിഞ്ഞ ഗെന്നാരോ ഗട്ടൂസയ്ക്ക് പകരക്കാരനായിട്ടാണ് പിർലോ എത്തുന്നത്. 2018, 22, 26 ലോകകപ്പുകളിൽ യോഗ്യത നേടാനാകാതെ പോയ അസൂറികൾക്ക് ഇത് ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയുടെ കാലഘട്ടമാണ്. ഒരു കാലമുണ്ടായിരുന്നു ഇറ്റലി ഫുട്ബോൾ ലോകം അടക്കി ഭരിച്ചിരുന്ന സമയം, യൂറോ കപ്പും ലോകകപ്പുമെല്ലാം നേടിയിരുന്ന സമയം. നമ്മുടെ നാട്ടിൻ പുറത്ത് പോലും ലോകകപ്പ് സമയത്ത് ഇറ്റാലിയൻ താരങ്ങളുടെയും ഇറ്റാലിയൻ കൊടിയുമൊക്കെ പാറി നടന്നിരുന്ന സമയം. എന്നാൽ കഴിഞ്ഞ 3 ലോകകപ്പുകളിലും അവരുണ്ടായിരുന്നില്ലെന്ന കാര്യം ഓർക്കുമ്പോഴാണ് അവർ പതിച്ച വീഴ്ചയുടെ ആഴം നമുക്ക് മനസ്സിലാവുക. 2020 യൂറോ കപ്പ് വിജയത്തിന് ശേഷം ഇറ്റാലിയൻ ഫുട്ബോളിനുണ്ടായ അപജയം വളരെ വലുതാണ്. 2020 യൂറോ കപ്പ് ഓർമ്മയില്ലേ? അതിനു മുമ്പത്തെ ലോകകപ്പിൽ ഇടം ലഭിക്കാതെ പോയിരുന്ന ഇറ്റലി ആ ലോകകപ്പിനും യൂറോ കപ്പ് നേട്ടത്തിനും ഇടയ്ക്ക് സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് നടത്തിയത്. ലോക ഫുട്ബോളിൽ അങ്ങനെയുള്ള ഒരു ചരിത്രമാണ് അന്ന് യൂറോ കപ്പ് 2020 വിജയത്തോടെ ഇറ്റലി ആ ഒരു ചരിത്രത്തിലേക്കാണ് നടന്നു കയറിയത്. തോൽവി അറിയാതെയുള്ള 34 മത്സരങ്ങൾ, ഇതിൽ ഫൈനലിലേതടക്കം 29 കളികളും അന്ന് ഇറ്റലി വിജയിക്കുകയുണ്ടായി. 5 കളികൾ സമനിലയിലും അവസാനിച്ചു. അന്ന് ഫുട്ബോൾ പ്രേമികൾ എണ്ണിയത് ശരിക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പായിട്ടായിരുന്നു ഈ ഒരു വിജയത്തെ. ആ സമയത്ത് നമുക്കറിയാം 2018 ലോകകപ്പ് യോഗ്യത നേടാനാകാതെ നിരാശരായ അസൂറിപ്പടയിൽ ഊർജ്ജം നിറച്ചത് 2018 മെയിൽ ഇറ്റലിയുടെ പരിശീലക സ്ഥാനം ഏറ്റെടുത്ത റോബർട്ടോ മാൻസിനിയാണ്. പ്രതിരോധ കോട്ട കെട്ടുന്നതിൽ പേരുകേട്ട ഇറ്റലി മാൻസിനിയുടെ വരവോടെ ആക്രമണോത്സുക ഫുട്ബോളിലേക്ക് കൂടി ശ്രദ്ധയൂന്നിയിരുന്നു അക്കാലത്ത്. ടീം ഫോർമേഷനിൽ സ്ഥിരം ശൈലി പരീക്ഷിച്ചും താരങ്ങളെ മാറ്റി പരീക്ഷിച്ചും നിരവധി മാറ്റങ്ങളാണ് ആ യൂറോയ്ക്ക് മുൻപ് മുതലേ മാൻസിനി ഇറ്റലിയുടെ ഓരോ മത്സരങ്ങളിലും നടത്തിയത്. ആ യൂറോ ടൂർണമെന്റിൽ 12 ഗോളുകൾ നേടിയ ഇറ്റലി വഴങ്ങിയത് വെറും 4 ഗോൾ മാത്രമാണ്. അന്ന് തോൽവി അറിയാതെ മുന്നേറിയ ഇറ്റാലിയൻ ടീമിനെ 1930കളിലെ ഇറ്റാലിയൻ ടീമുമായിട്ടാണ് താരതമ്യപ്പെടുത്തിയത്. 30കളിലും ഇതേപോലെ തോൽവി അറിയാതെ ഇറ്റലി 30 മത്സരങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. രണ്ടാമതൊരു ലോകകപ്പും ഒളിമ്പിക് സ്വർണ്ണ മെഡലും ഇറ്റലി നേടിയത് ഈ 1930 കാലഘട്ടത്തിലായിരുന്നു. 4 തവണ ലോകകപ്പ് നേടിയിട്ടുണ്ടെങ്കിലും 5 പതിറ്റാണ്ടിന് ശേഷമാണ് യൂറോയിൽ അസൂറികൾ അന്ന് 2020 കപ്പ് ഉയർത്തിയത്. അവിടെ നിന്നും ഇറ്റലി കളം പിടിക്കുമെന്ന് കരുതിയെങ്കിലും പക്ഷേ അതുണ്ടായില്ല. ഖത്തറിലെ ലോകകപ്പ് ഫുട്ബോളിലും ആ സമയത്ത് പന്ത് തട്ടാൻ ഇറ്റലി എന്ന ലോക ഫുട്ബോളിലെ ഏറ്റവും ശക്തമായ ടീമുണ്ടായിരുന്നില്ല. ഒരു കാലത്ത് യൂറോപ്പിലെ വമ്പന്മാർ ഇറ്റലിയിലെ ക്ലബ്ബുകളായിരുന്നു എന്ന് നമുക്കറിയാം. ഏറ്റവും മികച്ച മത്സരങ്ങൾ അലങ്ങേറിക്കൊണ്ടിരുന്ന ലീഗും മറ്റൊന്നായിരുന്നില്ല. അതെല്ലാം ദേശീയ ടീമിന്റെ കളിയിലും അന്ന് പ്രകടമായിരുന്നു. 2022 ലോകകപ്പിനുള്ള യോഗ്യത നേടുന്നതിൽ പരാജയപ്പെട്ടാണ് ആ സമയത്തെ നിലവിലെ യൂറോ ജേതാക്കളായിരുന്ന ഇറ്റലി അന്ന് കണ്ണീരായി മാറിയത്. യൂറോപ്യൻ പ്ലേ ഓഫിൽ നോർത്ത് മാസിഡോണിയക്കെതിരെ 1-0 അപ്രതീക്ഷിത തോൽവി വഴങ്ങുകയായിരുന്നു അന്ന് ഖത്തർ ലോകകപ്പിന് തൊട്ടുമുമ്പ് ഇറ്റലി. അതായത് യൂറോ കപ്പ് നേടി വെറും 8 മാസം പിന്നിടുമ്പോഴാണ് നോർത്ത് മാസിഡോണിയയോട് തോറ്റുകൊണ്ട് ഇറ്റലി 2022 ഖത്തർ ലോകകപ്പ് യോഗ്യത നേടാനാകാതെ അന്ന് പുറത്തായത്. അതിനുശേഷം ഈ ലോകകപ്പിൽ ശക്തമായൊരു തിരിച്ചുവരവ് ഉണ്ടാകുമെന്ന് കരുതിയെങ്കിലും അതും ഉണ്ടായില്ല. ഈ ലോകകപ്പിലും യോഗ്യത നേടാതെ പുറത്തിരിക്കുകയായിരുന്നു ഒരു കാലത്തെ ഏറ്റവും പ്രബല ശക്തികളായിരുന്ന ഫുട്ബോളിലെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നായിരുന്ന ഇറ്റലി. ഇപ്പോൾ ആന്ദ്രേ പിർലോ കോച്ചായി വരുമ്പോൾ അവർ സ്വപ്നം കാണുന്നത് ഒരു സമൂല മാറ്റം തന്നെയാണ്. ഇറ്റാലിയൻ ഫുട്ബോളിന്റെ ഘടനാപരമായ മാറ്റങ്ങൾക്കായി നിയോഗിക്കപ്പെട്ട സാങ്കേതിക ഡയറക്ടർമാരായ പൗളോ മാൽദീനിയും ലിയോനാർഡോയും ചേർന്നാണ് പിർലോയെ ഇപ്പോൾ പരിശീലകനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. നേരത്തെ ഇറ്റാലിയൻ ടീമിന്റെ ബ്രസീൽ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിയെ ഫെഡറേഷൻ സമീപിച്ചിരുന്നെങ്കിലും ബ്രസീൽ ദേശീയ ടീമിന്റെ പരിശീലകനായി താൻ തുടരാനാണ് പ്ലാൻ എന്ന് ആഞ്ചലോട്ടി അങ്ങോട്ട് പറയുകയായിരുന്നു. പിന്നീട് സിറ്റി മുൻ പരിശീലകൻ പെപ് ഗാർഡിയോളയെ സമീപിച്ചെങ്കിലും പ്രതിഫലത്തിന്റെ കാര്യത്തിൽ ധാരണയിലെത്താനും സാധിച്ചില്ല. അതോടുകൂടിയാണ് ആന്ദ്രേ പിർലോയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. യുവന്റസ് പരിശീലകനായുള്ള തന്റെ ആദ്യ സീസണിൽ തന്നെ കോപ്പ ഇറ്റാലിയയും സൂപ്പർ കോപ്പ ഇറ്റാലിയാനയും പിർലോ നേടിയിരുന്നു.
തുർക്കിയിലെ ഫാത്തിഹ് കര ഗുംറുഖ്, ഇറ്റാലിയൻ ക്ലബ് സാംറ്റോറിയ ടീമുകളുടെയും പരിശീലകനായിരുന്നു ആന്ദ്രെ പിർല. അതുപോലെ തന്നെ ദുബായിലെ യുണൈറ്റഡ് FC-യെ UAE പ്രോ ലീഗിലേക്ക് പ്രൊമോട്ട് ചെയ്യിച്ചതാണ് പിർലോയുടെ സമീപകാലത്തെ കോച്ചിങ്ങിലുള്ള മികച്ച നേട്ടം. കളിക്കാരനെന്ന നിലയിൽ ഇറ്റലിക്കായി 116 മത്സരങ്ങൾ കളിച്ച പിർലോ 2006 ഇറ്റലിയുടെ ലോകകപ്പ് വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച മധ്യനിര താരമായിരുന്നു. അഡാപ്റ്റീവ് ഫോർമേഷനുകൾക്കും പൊസിഷൻ ഫസ്റ്റ് ഫുട്ബോളിനും വേണ്ടി വാദിക്കുന്ന ഒരു താരമാണ് പിർലോ എന്ന് നമുക്കറിയാം. നേരത്തെ പറഞ്ഞതുപോലെ കളിക്കളത്തിലെ മൊസാട്ട് എന്നായിരുന്നു ഇറ്റാലിയൻ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായ ആന്ദ്രെ പിർലോ അറിയപ്പെട്ടിരുന്നത്. മധ്യനിരയിലെ കരുത്തുറ്റ പോരാളികളിൽ ഒരാളായ പിർലോയുടെ കാലുകളിൽ ലോകത്തിലെ ഏത് പ്രതിരോധ നിരയെയും തകർക്കാനുള്ള തന്ത്ര മികവുണ്ടായിരുന്നു അദ്ദേഹം കളിച്ചിരുന്ന കാലത്ത്, അതായത് അദ്ദേഹത്തിന്റെ പ്രതാപകാലങ്ങളിൽ. അതുകൊണ്ട് തന്നെ രാജ്യാന്തര ക്ലബ്ബ് തലങ്ങളിൽ കളി മെനയുക എന്ന പ്രധാനപ്പെട്ട ചുമതല ഏറ്റവും ഭംഗിയായി അദ്ദേഹം നിറവേറ്റിയിരുന്നു. സാങ്കേതിക മികവും പന്തിലുള്ള നിയന്ത്രണവും നീക്കങ്ങൾ മുൻകൂട്ടി കണ്ട് മികച്ച പാസിങ്ങിലൂടെ പ്രതിരോധ നിരയെ മറികടന്ന് മുന്നേറാനുള്ള കഴിവുമായിരുന്നു അദ്ദേഹത്തിന് ആ മൊസാട്ട് എന്ന വിശേഷം നേടിക്കൊടുക്കാൻ കാരണമായത്. പിർലോയുടെ ഫ്രീ കിക്ക് ഗോളുകളും പ്രശസ്തമാണ്. വായുവിൽ ഉയർന്നു പൊങ്ങി പതിയെ വളഞ്ഞ് ഗോളിയെ നിസ്സഹായനാക്കി പിർലോ തൊടുത്ത് പന്തുകൾ വലയിൽ കയറുന്നത് കാണാൻ തന്നെ ഒരു അഴകായിരുന്നു 2000-കളിൽ. 2002-ലാണ് പിർലോ ഇറ്റലിക്കായി അരങ്ങേറുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 13 ഗോളുകൾ അദ്ദേഹം 116 മത്സരങ്ങളിൽ നിന്ന് നേടിയിട്ടുണ്ട്. ഇറ്റലി ജേതാക്കളായ 2006 ലോകകപ്പിൽ പിർലോയുടെ കാലുകൾ വഹിച്ച പങ്കും വലുതായിരുന്നു. ഫൈനലിൽ ഉൾപ്പെടെ 3 മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു ആ ലോകകപ്പിൽ. 2015-ലാണ് പിർലോ തന്റെ നീലക്കുപ്പായം ഊരിയത്. ഇറ്റലിക്ക് വേണ്ടി 3 ലോകകപ്പും 3 യൂറോ കപ്പും അദ്ദേഹം കളിച്ചിട്ടുണ്ട്. 2012 യൂറോ കപ്പിൽ ഇറ്റലി ഫൈനലിൽ എത്തിക്കാൻ പിർലോയുടെ സാന്നിധ്യം നിർണായകമായിട്ടുണ്ട്. അതുപോലെ AC മിലാന് വേണ്ടിയാണ് അദ്ദേഹം തന്റെ ക്ലബ്ബ് ജീവിതത്തിന്റെ ഭൂരിഭാഗവും ചെലവഴിച്ചത്. 10 വർഷക്കാലം AC മിലാന് വേണ്ടി കളിച്ച പിർലോ 2 സീരി എ കിരീടത്തിലും 2 ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിലും പങ്കാളിയായിട്ടുണ്ട്. 2011-ലാണ് അദ്ദേഹം യുവന്റസിലെത്തിയത്. അദ്ദേഹം ടീമിനായി ആ സമയത്ത് തുടർച്ചയായി 4 തവണ സീരി എ കിരീടം നേടിക്കൊടുത്തിട്ടുണ്ട്. പിന്നീട് 2015-ൽ ന്യൂയോർക്ക് സിറ്റിയിലേക്ക് ചേക്കേറിയ പിർലോ 2017-ലാണ് ബൂട്ട് അഴിക്കുന്നത്. തന്റെ ക്ലബ്ബ് കരിയറിൽ ആകെ 570 മത്സരങ്ങളിൽ നിന്നും 61 ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. വർണ്ണാഭമായ കളി ജീവിതത്തിൽ ഒരു ബാലൻ ഡി ഓർ അവാർഡിന്റെ അഭാവം മാത്രമേ ആന്ദ്രെ പിർലോയ്ക്കുള്ളൂ, നമുക്കറിയാം. ഇറ്റാലിയൻ ഫെഡറേഷൻ നടത്തിയ ചർച്ചകൾക്കൊടുവിൽ പിർലോ പരിശീലക പദവി ഏറ്റെടുക്കാൻ സന്നദ്ധത അറിയിച്ചതായിട്ടാണ് പുതിയ വാർത്തകൾ പുറത്തുവരുന്നത്. പരിശീലകനെന്ന നിലയിൽ ആൻഡ്രോ പിർലോയ്ക്ക് വലിയ പരിചയ സമ്പത്തില്ലെന്ന വിമർശനങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും പൗളോ മാൽദീനിയും ലിയോനാർഡോയും മുന്നോട്ട് വെച്ച വിശ്വാസത്തിനനുസരിച്ച് പിർലോ ഇറ്റാലിയൻ ഫുട്ബോളിൽ വിപ്ലവം സൃഷ്ടിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം, പ്രത്യാശിക്കാം.